നോമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എല്ലാ മാസവും 13, 14, 15 നോമ്പുണ്ട്. അഹലിൽ അറിയപ്പെട്ടു പറയില്ല. ആരെങ്കിലും നമുക്ക് പ്രത്യേക മെസ്സേജ് അയച്ചു തരാറുണ്ടോ? ആരും ശ്രദ്ധിക്കണില്ല. എല്ലാ തിങ്കളും വ്യാഴവും നമുക്ക് നോമ്പുണ്ട്. ഇത് ശഅബാൻ മാസമാണ്. എത്ര നോമ്പ് വേണമെങ്കിലും നമുക്ക് സാധ്യമാകുന്ന എത്ര നോൽക്കാവുന്നതാണ്. ഇതൊന്നും പ്രസക്തിയില്ല. 15 നോമ്പ് എടുക്കണം. എന്താ 15 നോമ്പ് നോൽക്കാനുള്ള കാരണം? അതൊരു പ്രത്യേക പേരൊക്കെ ഇട്ടൊരു നോമ്പുണ്ട്, ബറാഅത്ത് നോമ്പ്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കണം. ഞാൻ ആ വിഷയം പഠിക്കാൻ വേണ്ടി ഇങ്ങനെ റിസർച്ച് നടത്തി നോക്കുമ്പോൾ എന്താണിത്, എവിടുന്ന വന്നെന്നുള്ള ചരിത്രം നോക്കിയപ്പോൾ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന പ്രസിദ്ധമായ ചരിത്രം എന്താണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി എഴുതിയതാണ്. ഓരോന്നിന്റെ ഉത്ഭവം കൊടുത്തിട്ടുണ്ടാവും. ഈ ബറാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സമ്പ്രദായം ആരംഭിക്കുന്നത് ഹിജ്റ 450 ശേഷമാണ്. പല പ്രദേശങ്ങളിലും ഇങ്ങനെ സംഭവം തന്നെ അറിയപ്പെടുന്നത്. അഥവാ അത് പുതിയതായി ആരൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നാൽ എല്ലാ മാസം 13, 14, 15 നോമ്പുണ്ട്. അങ്ങനെ ശഅബാനിൽ നോമ്പുണ്ട്. അതിന് തർക്കമില്ല. അല്ല, 15 മാത്രമായി നോമ്പ് നോൽക്കാൻ ആരാ പറയുന്നത്? ഒരു ഹദീസുമുണ്ട്. ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാരിഹാ. ശഅബാൻ പകുതിയായ രാത്രികൾ നിസ്കരിക്കണം, പകൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ ഹദീസ് ഇബ്നു മാജയിലുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, ഹാദാ ഹദീസും മൗളൂഉൻ. ഇത് മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ അത് പഠിപ്പിച്ചെന്നു. നമ്മളത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. സാധാരണഗതിയിൽ ഖുർആനിലെ ഏത് സൂറത്ത് എത്ര തവണ ഓതുന്നത് വലിയ പുണ്യാണ്. നമുക്ക് എത്ര ഓതാൻ കഴിയുമോ? കടയിലൊരു ഖുർആൻ കൊണ്ടുപോയി വെച്ചാൽ എത്ര ഖത്മ നമ്മൾ തീർത്തിട്ടുണ്ടാവും. നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഏതെങ്കിലും മെസ്സേജ് ഇനി വായിക്കാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും വീഡിയോ ഇനി ഡൗൺലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ല. നമുക്ക് വന്ന മെയിൽ ചെക്ക് ചെയ്യാതെ പോയിട്ടുണ്ടോ? എല്ലാം ക്ലിയർ ആണ്. നമ്മൾ ഗൂഗിൾ പേയിൽ ഏതെങ്കിലും പൈസയുടെ ഇടപാട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ? ഉണ്ടാവില്ല. നമ്മുടെ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ് തുറന്ന് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാ സൂറത്തുകളും വായിക്കാനും ഓതാനും പഠിക്കാനുള്ളതാണ്. എന്നാൽ ജനങ്ങളോട് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ചില സൂറത്തുകളുണ്ട്, അതാണ് നമ്മൾ കാര്യമായിട്ട് പാരായണം ചെയ്യേണ്ടത്. അതേതാ? യാസീൻ. യാസീനിന്റെ ശഅബാനിൽ ആദ്യമായും കാര്യമായും ഓതേണ്ടത് 3 യാസീനാണ്. എന്തിനാ 3 യാസീൻ? ഒരു യാസീൻ മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടിയാണ്. അടുത്ത യാസീൻ എന്തിനാ? റിസ്ക് കിട്ടാൻ വേണ്ടിയാണ്. കാര്യപ്പെട്ട ബേജാർ അവിടെയാണ്. അതുകൊണ്ട് റിസ്ക് കിട്ടാൻ വേണ്ടിയാണ്. മൂന്നാമത്തത് എന്തിനാ? ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ 3 യാസീന് മുടങ്ങാതെ സാധുക്കൾ ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എവിടുന്നാണെന്നറിയോ? ഇത്രക്ക് വലിയൊരു പുണ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മളെ സ്വഹാബത്തെങ്കിലും അതിന് മാതൃക കാണിച്ചാൽ. മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്തുകൊണ്ടും അവരുടെ കിതാബുകളിൽ അത് തുറന്ന് എഴുതി വെക്കും. എന്താ അവിടെ നാം കാണാത്തത്? ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറയാണ്, എന്തുകൊണ്ടാ ജനങ്ങൾ, ശ്രദ്ധിച്ചാൽ മതി, എന്തുകൊണ്ടാ ജനങ്ങൾ ശഅബാൻ 15 എന്ന പേരിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം? ജനങ്ങളോട് ചിലർ പറയുന്നു ശഅബാൻ 15 ബറാഅത്തിന്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. ഈ വിശ്വാസം നമ്മിൽ എത്ര പേർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വിശുദ്ധ ഖുർആനിന്റെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്ത് മതി ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ് എന്ന് പറയാൻ. അതിനപ്പുറം വരുന്നതെല്ലാം വ്യാജമാണ്, നിഷേധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഏകപ്പെടുത്തിയ പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നത്. ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ ഇബ്നു ഹജർ ഹൈതമിയെ പോലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാവായി അതിനെ കാണാൻ സാധ്യമല്ല എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഒരുപാട് കൊട്ടക്കണക്കിന് തെറ്റായ രൂപത്തിലുള്ള ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയപ്പോ ഇമാം നബവിയുടെ ഉസ്താദ് ഗുരുവായ അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസ ഫീ ഹദീസിൻ നിസ്ഫി ശഅബാന, ശഅബാനിന്റെ പകുതിക്ക് വേണ്ടി പോരിശ പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകൾ ഉണ്ടല്ലോ, ഹദീസുൻ യസിഹു, സ്വഹീഹായ ഒരൊറ്റ ഹദീസുകളും കാണാൻ സാധ്യമല്ല. ഫതഹ്ഫദു ഇബാദല്ലാഹി മിൻ മുഫ്തരിൻ, അതുകൊണ്ട് അള്ളാന്റെ പേരിലും നബിന്റെ പേരിലും കെട്ടിച്ചമച്ച് വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ശ്രദ്ധിച്ചോളി, സൂക്ഷിച്ചോളി. ഗൗരവത്തിൽ താക്കി നൽകിയിട്ടാ പോയത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓത്തും നമ്മുടെ പാരായണവും നോമ്പും സ്വലാത്തും ദിക്റും അടക്കമുള്ളത് അള്ളാന്റെ അടുത്തുനിന്ന് സ്വീകരിക്കപ്പെടുന്ന കൂലി കിട്ടുന്നതാവണമെങ്കിൽ ഇസ്ലാം പഠിച്ച ചട്ടവൃത്തങ്ങൾക്ക് ഉള്ളിൽ നമ്മുടെ പ്രവാചകൻ മാതൃകയായി മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന സലഫുകളായ ആദ്യത്തെ 3 തലമുറയിലെ സലഫ് സ്വാലിഹീങ്ങൾ മാതൃകയായി വരച്ചു കാണിച്ച ഇസ്ലാമിന്റെ പാതയിലാവണം നമ്മുടെ സുഹൃത്തുക്കൾ. അങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ എന്നുകൂടെ വ്യക്തമാക്കി മനസ്സിലാക്കുക.